എന്താണ് SIR എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. SIRന്റെ മറവിലൂടെ ഈ സമൂഹത്തിലേക്ക് ഒളിച്ചു കടക്കുന്നത് പൗരത്വമാണ്. അവരുടെ ആശയങ്ങളെ മുഴുവനും ഇവിടെ ഒളിച്ചു കടത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട് ആര് ഭരിക്കണം, നമ്മുടെ നാട് ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. ബീഹാറിൽ 65 ലക്ഷം ആളുകൾക്ക് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഇന്നില്ല. ഒരു കാരണവും കൂടാതെ അവരെല്ലാം പുറത്താക്കി. ഈ പുറത്താക്കിയ ആളുകളിൽ 22 ലക്ഷം ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയത്. അപ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് കേസ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ കോടതിയിൽ ഹാജരായി. ആ കോടതിയിൽ ഹാജരായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇതാ ഞാൻ ജീവനോടെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഞെട്ടിപ്പോയി. ഉടനെ തന്നെ അവരോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ പുറത്താക്കിയ ഈ 65 ലക്ഷം ആളുകളുടെ പേരെവിടെ, അവരുടെ രേഖകൾ എവിടെ, അവരുടെ ലിസ്റ്റുകൾ എവിടെ? എവിടെയുമില്ല. ആരെയാണ് പുറത്താക്കിയതെന്ന് അവർക്കറിയുന്നില്ല. ഞങ്ങൾ ആ ലിസ്റ്റിലുണ്ടോ എന്ന് അവർക്കറിയുന്നില്ല. ഞങ്ങൾ രാജ്യത്തെ പൗരന്മാരാണ് എന്നതിനൊരു തെളിവുമില്ല എന്ന് പലരും പറയുന്നു. അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കാൻ നിർബന്ധിതരായി പോവുകയാണ്. തിരിച്ച് ഇതിലോട്ട് കയറി വരാൻ, ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് പറഞ്ഞ് കയറി വരാൻ ഏതെങ്കിലും ഒരു വാതിൽ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇപ്പോൾ ബീഹാറിലുള്ള 65 ലക്ഷം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവർ ഈ രാജ്യത്ത് ജനിച്ചവരാണ്, ഈ രാജ്യത്തുള്ള വെള്ളം കുടിച്ചവരാണ്, ഈ രാജ്യത്തുള്ള ഭക്ഷണം കഴിച്ചവരാണ്. അവരിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലത്തെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലേക്കും അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ വരാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 65 ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ ദളിതരാണ്, സ്ത്രീകളാണ്, മുസ്ലിമീങ്ങളാണ്. ഇവരാണ് ഈ 65 ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. ആരെയാണ് പുറത്താക്കിയത്? അറിയില്ല. ആരൊക്കെയാണ് പുറത്താക്കിയത് എന്നും അറിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടവർ ഉള്ളിലാണ്, ഞങ്ങൾക്ക് വേണ്ടാത്തവർ പുറത്താണ് എന്നത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള തിയറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി, അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി SIR എന്ന് പറയുന്നതിനെ നിസാരവൽക്കരിക്കാതെ നമ്മൾ അതിനെ സമീപിക്കേണ്ടതുണ്ട്. ആസാമിൽ NRC നടപ്പിലാക്കി. നടപ്പിലാക്കിയ സമയത്ത് 19 ലക്ഷം ആളുകളെ പുറത്താക്കി. പക്ഷെ 19 ലക്ഷം ആളുകളെ പുറത്താക്കിയതിൽ 16 ലക്ഷം ആളുകൾ നോൺ മുസ്ലിംസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 16 ലക്ഷം ആളുകൾ മുസ്ലിങ്ങളല്ലാത്തവരായിരുന്നു. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രൊജക്ട് ഇവിടെ പാളിയിരിക്കുന്നു. അഥവാ ഞങ്ങൾ പുറത്താക്കാൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾ അല്ലാത്തവരെയല്ല. അതുകൊണ്ട് തന്നെ ഈ 16 ലക്ഷം ആളുകളെ പുറത്താക്കുക എന്ന് പറയുന്നത് 19 ലക്ഷം ആളുകളെ പുറത്താക്കുക എന്നത് ഹോൾഡ് ചെയ്തു വെച്ചു. എന്തേ? കാരണം അവിടെ പുറത്താക്കേണ്ടിയിരുന്നത് ലക്ഷ്യം വെച്ചിരുന്ന വിഭാഗത്തെ അവരുടെ കൂടിന്റെ, അവരുടെ വലയത്തിന്റെ ഉള്ളിലോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തേക്കാക്കി. ഇതെല്ലാം നമ്മൾ